ഹലോ, വീണ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ എന്താ ഗ്യാസ് ഓണാക്കി ഇത് മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കാറ്. അതേപോലെ തന്നെ ഇത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഉലുവ, ഒരു 2 പിഞ്ചോളം ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ ഉള്ളി ഒരു 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. മീൻ കറിക്ക് എപ്പോഴും ചെറിയ ഉള്ളി എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അത് കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഒരു 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് മുറിച്ചിടണ്ട, അങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ടാൽ മതി. അതൊന്ന് വാടി വരുമ്പോൾ കറിയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു പാത്രത്തിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയിലേക്കും ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പേസ്റ്റ് പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡയറക്റ്റായിട്ട് നമുക്ക് പൊടി ഇടുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിതങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ചെറുതായിട്ട് നമ്മുടെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ഇടാം. ഞാൻ പഴുത്ത തക്കാളി ഒരെണ്ണമായിരുന്നു ഞാൻ എടുത്തിരുന്നത്. ഒരു വലിയ സൈസായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ പകുതിയോളാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതൊന്ന് നമുക്ക് ചെറുതായിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ അപ്പോഴേക്കും ഇവിടെ കുറച്ച് പുളിവെള്ളം ഒരു ഗ്ലാസിൻ്റെ പകുതി ഒഴിച്ചിരുന്നു. അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് വെച്ചിരുന്നു. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ മാങ്ങയും അതേപോലെ തന്നെ നമ്മുടെ മീനും ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് സിമ്മിൽ വെച്ചിട്ട് അതൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. എരിവും പുളിയും ഒക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. താങ്ക് യു.